ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. നാളെ, അതായത് ഫെബ്രുവരി 10 നമ്മുടെ സബ്സ്ക്രൈബർ മീരയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണേ. അപ്പോൾ നാളെ നമ്മുടെ വീഡിയോ കാണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് അറിയിച്ചേക്കുന്നത്. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുന്നു. അതുപോലെ തന്നെ ഫെബ്രുവരി 12 അവരുടെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് തേഴ്സ്ഡേ ആണ് വരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ കാണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞാൻ വിഷ് ചെയ്തതാണ് കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാലം സന്തോഷത്തോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മീരയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ മീരയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ബർത്ത്ഡേ വിഷസും അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഡേ വിഷസും അറിയിച്ചേക്കൂ, മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഈ വിഷസൊക്കെ അറിയിക്കാൻ പറയുമ്പോൾ കുറച്ച് പേരൊക്കെയാണ് നമ്മുടെ ചാനലിൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ വിഷസ് പറയുന്ന 2-3 പേരുണ്ട്. ഐശ്വര്യ, പിന്നെ ധന്യ പ്രസാദ് എന്നിട്ടൊരു ചേച്ചി, അങ്ങനെ 1-2 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരാളിന് വേണ്ടിയിട്ട് വിഷ് നമ്മൾ മറന്നു പോകാതെ പറയുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ വലിയ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചിലരും വിട്ടു പോകുന്നതായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് ടൈം എടുത്ത് എഫേർട്ട് ഇട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ആണ് അറിയിക്കുന്നത്. കുറേ പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നല്ല പ്രചോദനമാണെന്നും എന്നെ സ്വന്തം സഹോദരിയെ പോലെയാണ് കാണുന്നതെന്നും ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് കാണുന്നതും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും അടുത്ത 2-3 സുഹൃത്തുക്കളായിട്ട് ഇപ്പോൾ കമൻസ് വഴി ഞാനിപ്പോൾ പരിചയപ്പെട്ടതാണ്. കമൻസിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. സൗമ്യ എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ കവിത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയും, ഇവർ രണ്ടുപേരും ഒരുപാട് വലിയ കമൻസ് ആണ് അറിയിക്കുന്നത്. ഇവർ മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അങ്ങനെ. പിന്നെ ചിലർക്ക് ഈ ശാരീരിക അസ്വസ്ഥതകളുണ്ടും അതുപോലെ അസുഖമൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇപ്പോൾ വീഡിയോസ് കാണാനായിട്ട് വൈകി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വന്ന് വീഡിയോ കണ്ടിട്ട് കമൻസ് ഒക്കെ അറിയിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഞാൻ ഇതൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും എല്ലാവരും കമൻ്റ് ഇടില്ലല്ലോ. പല സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇരുന്ന് വീഡിയോ കാണുന്നത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയിലും വള്ളി പുള്ളി തെറ്റാതെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് എല്ലാത്തിനെയും കൃത്യതയോടുകൂടി നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ചേച്ചിമാരാണ് അവരൊക്കെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ധന്യ പ്രസാദ് എന്നിട്ടൊരു ചേച്ചി, ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ടേ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞു തരികയും പിന്നെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണെന്നും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നും അതുപോലെ റീസെൻ്റ് ആയിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി വലിയ കമൻസ് ഒക്കെ അറിയിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ്, എങ്ങനെയാണ് ഇത്രയും സമയം എടുത്ത് ഇത്രയും വലിയ കമൻസ് ഒക്കെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കമൻസ് ചെയ്യാതെ മടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങളും സമയം കിട്ടുന്നതിനനുസരിച്ച് കമൻറ്റ് അറിയിക്കുക. എന്തെങ്കിലും ഒരു ഹാർട്ട് സിമ്പിൾ എങ്കിലും ഇടുക കേട്ടോ. അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ലൊരു കാര്യമായിരിക്കും അത്. നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു സബ്സ്ക്രൈബറാണ് ദേവിക. ചെറിയ കുട്ടിയാണ്. പുള്ളിക്കാരി എപ്പോഴും എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് കേട്ടോ. ഏത് വീഡിയോ ഇട്ടാലും വൈകുന്നേര സമയത്താണ് കാണുന്നത് കൂടുതലും. നിങ്ങളെല്ലാവരെയും എനിക്ക് കണ്ടിട്ടില്ലെങ്കിലും എല്ലാവരെയും എനിക്കറിയാം. ഓരോരുത്തരും വീഡിയോ കാണുന്ന സമയം വരെ എനിക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് പേര് കാണാറുണ്ട്, ഉച്ചയ്ക്ക് കാണാറുണ്ട്, വീഡിയോ ഇട്ട ഉടനെ തന്നെ കാണുന്ന കുറേ പേരുണ്ട്, അതുപോലെ പിറ്റേ ദിവസം രാവിലെ കാണുന്നവരുണ്ട്. അങ്ങനെയൊക്കെ സമയം എടുത്ത് കാണുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ വീഡിയോ വെയിറ്റ് ചെയ്ത് കാണുന്നവരുണ്ട്. വിഷ്ണുപ്രിയയൊക്കെ എൻ്റെ വീഡിയോ വെയിറ്റ് ചെയ്തിരുന്ന് കാണുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ദേവികയും ഒരുപാട് വലിയ കമൻസ് അറിയിക്കാറുണ്ട്. 2 കുഞ്ഞു മക്കളാണ്. അവരെയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും കമൻറ്റ് അറിയിക്കുകയൊക്കെ ചെയ്യാന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോസ് എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തിരുന്നത് അമ്മു ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോളുടെ അമ്മയാണ്. അപ്പോൾ കമൻറ്റ് ഇങ്ങനെയാണ് അറിയിച്ചേക്കുന്നത്: ഞാൻ 47 വയസ്സുള്ള വീട്ടമ്മ, ക്രാഫ്റ്റ് വർക്ക് അറിയാം. വീഡിയോസ് ഇടാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത് എങ്ങനെയാണ്?
തമ്പനയിൽ ഇടുന്നത് എങ്ങനെ, വീഡിയോ എടുത്ത ശേഷം വോയിസ് കൊടുക്കുന്നത്, ഇതൊക്കെ ഒരു വീഡിയോ ആയി ചെയ്യാമോ? ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ ആതിരയുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയി ഉണ്ടല്ലോ, അപ്പോൾ വീഡിയോ ആയി ചെയ്താൽ എല്ലാവർക്കും ഉപകാരമാവുമെന്ന്. ഈ ഒരു കമന്റ് ശരിക്കും കഴിഞ്ഞ ആഴ്ച വന്നതാണ് കേട്ടോ. പക്ഷേ അതിന് മുന്നേ തന്നെ 1-2 പേര് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റായി പോയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസും പറയാം, അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നും എഡിറ്റ് ചെയ്യുന്നതെന്നും കൂടെ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞതുപോലെ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. എനിക്ക് വലിയ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ 1 വർഷം മുന്നേ ആണ്. ഇതിന് മുന്നേ തന്നെ എനിക്ക് 2 ചാനൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനൊരു 2019 ആ ഒരു സമയത്താണ് ആദ്യത്തെ എൻ്റെ കുക്കിംഗ് ചാനൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ചാനൽ വീണ്ടും തുടങ്ങി. അതും ഒരു 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു ചാനലും തുടങ്ങി. അങ്ങനെ ഇത് എൻ്റെ 3ാമത്തെ ചാനലാണ്. ശരിക്കും ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നല്ലതും മോശവുമായിട്ടുള്ള എക്സ്പീരിയൻസസ്. അപ്പോൾ എനിക്ക് പുതുതായിട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ എന്ത് കോണ്ടന്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ തീരുമാനിക്കുക. കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണെങ്കിൽ അങ്ങനെ, സ്റ്റിച്ചിങ് ആണെങ്കിൽ സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ്, ഏതാണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതിൽ മാത്രം നിങ്ങൾ വീഡിയോസ് ഇട്ട് പോവുക. യൂട്യൂബിൽ നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലുത്. കാരണം നമ്മൾ ഇപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോ ആണെങ്കിൽ 3 വീഡിയോ ഒരു ഫിക്സഡ് ടൈമിൽ ഇടാനായിട്ട് ശ്രമിക്കുക. ഇല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ എത്രത്തോളം വീഡിയോസ് മാക്സിമം ഡേയ്സിൽ ഇടുവോ അത്രത്തോളം നേരത്തെ നമുക്ക് ചാനൽ മോണിറ്റൈസ് ആവും. ചാനൽ മോണിറ്റൈസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ വേണ്ടിയിട്ടാണ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് യൂട്യൂബ് ചാനൽ ചെയ്യുന്നതൊക്കെ വളരെ ഈസിയാണ്, പെട്ടെന്ന് അങ്ങോട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസ വരുമെന്നും. ഒരിക്കലും അങ്ങനെയൊന്നും അല്ല. പലർക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം വീഡിയോസ് ക്ലാരിറ്റിയോടും കൃത്യതയോടും കൂടി ഇടുന്നുവോ അത്രത്തോളം നമുക്ക് റീച്ച് ഉണ്ടാവുകയും നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളതാണ്. പിന്നെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ടൈം നമ്മൾ നിശ്ചയിക്കുക. അതിനുശേഷം നമ്മൾ വീട്ടമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം. സമയം കിട്ടുന്നതിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇടവേളകളിൽ നിങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആളുകളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കക്കാരി ആണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് കൊറോണ ടൈമായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ തുടങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ആരും തന്നെ എനിക്ക് ഒന്നും പറഞ്ഞു തന്നിട്ടുമില്ല. മാത്രമല്ല എനിക്കാണെങ്കിൽ എങ്ങനെ ഇത് ചെയ്യണമെന്നോ വീഡിയോ എടുക്കണമെന്നോ ഒന്നും അറിയത്തില്ല, പക്ഷേ അതിയായ ആഗ്രഹവുമുണ്ട്. അങ്ങനെ ഞാൻ ആരും ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാത്ത കാരണം കൊണ്ട് ഞാൻ എന്തായാലും പോയിട്ട് യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നും ഷൂട്ട് ചെയ്യുന്നതും അതൊക്കെ ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ട്രൈപോഡ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും സഹായം ഇല്ലാതെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കയ്യിൽ ഫോണും പിടിച്ചു വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ട്രൈപോഡ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരില്ല വലുതായിട്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ 2 ചാനലിലും ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ചാനലുകൾ ഉള്ളവരൊക്കെ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് സ്പാം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പോകും കേട്ടോ. അതായത് സബ് ഫോർ സബ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ കാണണം. കാണാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെറുതെ വാച്ച് അവർ കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ഒന്നും അങ്ങനെയുള്ള ഉടായ്പ
പരിപാടിക്കൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജോലി ചെയ്യുക, കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വീഡിയോ ഇടുക, പുറകിലോട്ട് തിരിഞ്ഞ് നോക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴാണ് വ്യൂസ് കയറുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് മോണിറ്റൈസ് ആവുന്നത് അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടങ്ങ് പോയാൽ മതി. എപ്പോഴാണോ നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം. എൻ്റെ ഈ 2 ചാനലിൽ നിന്ന് ഞാൻ പഠിച്ച മിസ്റ്റേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് മലയാളത്തിലൊക്കെ ഉണ്ട്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടതെന്നും എന്ത് തരം ടോപ്പിക്കാണ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് യൂട്യൂബിനകത്ത് നിന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഉറക്കമില്ലാതെ രാത്രിക്ക് രാത്രി ഇരുന്ന് ഉറക്കമൊഴിഞ്ഞിരുന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചത്. എന്നിട്ടാണ് ഓരോ വീഡിയോയിലും ഓരോ തരത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെയാണ് ഇത്രയെങ്കിലും ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലിൽ നമ്മുടെ ഐഡിയിൽ നിന്ന് നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ കാണാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സ്പാം വ്യൂ ആയിട്ട് പോകും. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആവത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് അവരുടനെ തന്നെ കാണുമെന്നില്ല. ചിലപ്പോൾ ജസ്റ്റ് അവരൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അവരുടെ പാട്ടിന് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ ഇംപ്രഷൻ കുറയും. അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആവാതെ നമ്മുടെ ചാനൽ ഡള്ളായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ചാനലിൽ ഇത്രയെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നും എനിക്കില്ല. എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഞാൻ നമ്മുടെ ചെന്നൈ സ്റ്റൈലിലുള്ള ഫിഷ് കറിയാണ് വെക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്കിനി സംസാരിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ റെസിപ്പി പറയാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് മതി, ഒരു അരപ്പിടിയോളം എടുത്താൽ മതി. കുറച്ചധികം തന്നെ ചെറിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും, മുളക് പൊടി ഞാൻ കുഴമ്പ് മുളക് പൊടി ഇവിടെ കിട്ടും ആച്ചയുടെ, അതും എരിവുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഴമ്പാണ് നമ്മുടെ ഈ മീൻ കറിക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മീൻ കറി ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. കാരണം പെട്ടെന്ന് ഈ എണ്ണയിലോട്ട് കിടന്നിട്ട് പൊട്ടിത്തെറിക്കും, ദേഹത്തൊക്കെ വീഴും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം തക്കാളിയൊക്കെയാണ് ചേർത്തേക്കുന്നത്, ഉള്ളിയും അതിൻ്റെയൊക്കെ ചെവയൊന്ന് പോകണം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചേർക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഞാൻ ഒരു സൈഡിൽ മീൻ വറുക്കാനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാന് ഞാൻ മേടിച്ചേക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാനാണെങ്കിൽ ഇതിനിടയിൽ തന്നെ മീനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഈ അയൺ പാനിലാണ് എപ്പോഴും മീൻ വറുക്കുന്നത്. അപ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. നല്ലതാണ്. അപ്പോൾ നല്ല കട്ടിയും ഉണ്ട്, നമുക്ക് വലിയ അടിക്കൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ആ സെൻറ്ററിലുള്ള അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ. അത് അവിടെ നിന്ന് പതിയെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനിടയിൽ തന്നെ നമുക്ക് ഇടയിൽ മീനിൻ്റെ ഇതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ മീനിൻ്റെ ഈ ഒരു അരപ്പുണ്ടല്ലോ, ഈ ഒരു കൂട്ടിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഈ മീൻകറിയുടെ ഒരു പ്രത്യേകത തന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് വെച്ചാൽ കേട്ടോ. ഒരാഴ്ചയൊക്കെ വെളിയിലിരിക്കും, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മളിതെടുത്ത് അകത്ത് വെച്ചേക്കണം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് തമിഴിൽ ഇതിനെ സങ്കര മീനെന്ന് പറയും, നമ്മുടെ നാട്ടിൽ ഇതിനെ ചെമ്പല്ലി എന്നാണ് പറയുന്നത്. ചുവന്ന മീനില്ലേ, അതാണ്. നിങ്ങളുടെ അവിടെ എന്താണ് ഈ മീനിൻ്റെ പേരെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീൻകറി, ചെന്നൈയിലെ മീൻകറി വെക്കുന്നത് എപ്പോഴും നല്ലെണ്ണയിലാണ് കേട്ടോ. നമ്മൾ മീനൊക്കെ അച്ചാറിടൂലേ, അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് നാൾ കേടാവാതിരിക്കൂലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അങ്ങനെ നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ കടുകൊക്കെ താളിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം തന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സൈഡിൽ ഞാനിവിടെ മീനും കൂടി 2 സൈഡിലായിട്ടിട്ട് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മേടിച്ചേക്കുന്ന ഈ മീൻ, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഇത് കെണ്ട അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കേട്ടോ. എനിക്ക് ഓർമ്മ വരുന്നില്ല, അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് നമ്മളോട് ആ ചേച്ചി
ചേച്ചി പറഞ്ഞത് നടക്കാൻ പോയപ്പോഴാണ് മേടിച്ചത്. വറുത്തെടുത്തു കഴിഞ്ഞാൽ ഈ മീൻ നല്ലതാണെന്ന് പറഞ്ഞു. മറ്റേത് കറി വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ലഞ്ചിന് സാമ്പാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാമ്പാറിനോടൊപ്പം വറുത്ത മീൻ കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഈ റെഡ് കളറിലുള്ള മീൻ വറുക്കാമെന്ന് പറഞ്ഞാണ് മേടിച്ചപ്പോൾ അവിടുത്തെ നമ്മുടെ മീൻ മേടിക്കുന്നൊക്കെയാണ് പറഞ്ഞത് ഇത് കറി വെച്ചിട്ട് മറ്റേത് വറുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ചെയ്തതാണ്. പിന്നെ അതേ ഒരു സൈഡിൽ തന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് പൊന്നാങ്കണ്ണി ചീര നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ അന്ന് മേടിച്ചത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് തോരൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ തോരനല്ല, പൊരിയലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സവോള വഴറ്റിയിട്ട് ചീര ഇട്ട് കൊടുത്ത് എന്നിട്ട് തേങ്ങ ചിരകിയതും കൂടി ഇട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. കടുക് താളിച്ച് സവോള വഴറ്റിയിട്ടാണ് ചീര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സൈഡിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ ഇതേ നമ്മുടെ മീൻ കറിയിൽ മീനൊക്കെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് നേരം തിളപ്പിക്കരുത്. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം തിളപ്പിച്ചാൽ നമ്മുടെ മീനൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് പോകും. അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന മീനാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ അതിലേക്ക് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലെണ്ണ തന്നെയാണ് വീണ്ടും ഒഴിച്ചത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അത്. ആ മീൻ പിറ്റേ ദിവസം കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. നല്ല പഴങ്കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാനും കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ മീനാണ് കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാതെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ മുന്നേ ഒക്കെ ഈ മീൻകറിയൊക്കെ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്. പിന്നെ സൈഡിൽ തന്നെ ഞാൻ മീൻ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി ഇന്ന് വറുക്കുന്നില്ല. കുറച്ച് വറുത്തെടുത്തിട്ട് ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും. ആമി സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും അവൾക്കും കൊടുക്കാമല്ലോ. രാവിലെ ആമിക്ക് ലഞ്ചിന് കൊടുക്കാനുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയും മോര് ചാറും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾക്ക് കൊടുത്തു വിട്ടതിന് ശേഷം പിന്നീടാണല്ലോ നമ്മൾ തീരുമാനിച്ചത് നമ്മളിങ്ങനെ ഇത് മേടിക്കാന്നുള്ളത്. പിന്നെ ചീര അങ്ങനെ അധികം ആമിക്ക് സ്കൂളിൽ കൊടുത്ത് വിടാറില്ല. വീട്ടിലുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ചീര അങ്ങനെ കൊടുക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ ലഞ്ചിന് ഇന്ന് ഒരുപാട് കറികളുണ്ട്. രാവിലെ വെച്ച കറികളും പിന്നെ മീനും ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും ഒരുപാട് കറികൾ കൂടുതലാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും കറിയൊന്നും വെച്ചിട്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് വളരെ കൂടുതലാണ് ഈ കറികളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്. ഈ ഒരു ജോലി ഉണ്ടല്ലോ, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളതാണ് നമുക്ക് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ മടുത്തു പോവും. എനിക്കും എത്രയോ തവണ ഈ ചാനൽ നിർത്താം, ഇനി ചെയ്യേണ്ട, വീഡിയോസൊക്കെ മതിയാക്കാം, റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനിവിടെ ഹസ്ബൻഡിനോടും പറയും. പക്ഷേ പിന്നീട് ഞാനിരുന്ന് ആലോചിക്കും, ഞാനിത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കും എന്തിനാണ് നിർത്തുന്നതെന്ന്. പിന്നെ എനിക്ക് അങ്ങനെ വലുതായിട്ട് നമ്മുടെ ചാനലിൽ നെഗറ്റീവ് കമൻ്റ് ഒന്നും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരേ ഒരു തവണ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു. അതെനിക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. നമ്മുടെ ചാനലിൻ്റെ ബയോയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, നമുക്ക് സഭ്യമല്ലാത്ത ഭാഷയിൽ വരുന്ന കമൻസുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും എന്നുള്ളത്. ആ ഒരു കമൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ അല്ലാതെ ഒരു നെഗറ്റീവ് രീതിയിലുള്ള ഒരു കമൻറ്റും എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിടുന്ന വീഡിയോസിനെ കുറിച്ച് കുറ്റം പറയാനും കുറവുകൾ പറയാനും ഒക്കെ എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഒരുപാട് പേരും ഒക്കെ എന്നോട് ഒത്തിരി എന്നെ കളിയാക്കിയിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ക്വാളിറ്റി ഇല്ല, സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ. പക്ഷേ അതേസമയം എന്നോട് ചേർന്ന് നിൽക്കാത്ത ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി നന്നാക്കിയാൽ നന്നായിരിക്കും. അതായത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര്. അപ്പോൾ എൻ്റെ കമൻസ് വഴിയും പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് മാറ്റണമല്ലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ ഞാനായിട്ട് സ്വയം എൻ്റെ സംസാര ശൈലി മാറ്റി. എനിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ. അപ്പോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം ഒന്നും അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ ട്രൈ ചെയ്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പോൾ മാറുകയാണ് ചെയ്തത്. പിന്നെ ഇതിനിടയിൽ ഞാൻ ചെയ്തത് ചായ ഉണ്ടല്ലോ, ചായയിൽ കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ട് വാനില ടീ ഉണ്ടാക്കി നോക്കിയതാണ്. അത് പെട്ടെന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഷോർട്സ് വീഡിയോ കണ്ടപ്പോൾ അതിലിങ്ങനെ വാനില ടീ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആ പാലിൽ ഞാനൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് 1 ഗ്ലാസ് കൂടി തികച്ചില്ലായിരുന്നു കേട്ടോ. ഒരു 3/4 ഗ്ലാസ് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാനൊന്ന് ഇട്ട് നോക്കിയാണ്. അപ്പോൾ കുറച്ചൊരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. ഞാൻ ഒഴിച്ച എസൻസ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇങ്ങനെ ചായ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ ഇനി എന്തായാലും ഒരുപാട് പാല് മേടിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. നമ്മൾ സാധാരണ ഏലക്കയൊക്കെ ഇട്ടിട്ടാണല്ലോ ചായ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ വാനില എസൻസ് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ വാനില ടീ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം മേടിക്കാൻ കിട്ടും, ടീ പൗഡറായിട്ട്. അപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതേ ചേച്ചി തന്നെയാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീഡിയോസ് കാണാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, എന്തോ ഒരു മാജിക്ക് എൻ്റെ വീഡിയോയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അത് ശരിക്കും അതൊക്കെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കമൻറ്റാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്, നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ അങ്ങനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും എല്ലാത്തിനും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിലൊന്നും തളർന്നു പോകരുത്. അങ്ങനെ നമ്മൾ തളർന്ന് ഇരിക്കുകയാണെന്നെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളൊന്നും സാധിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല, നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ കിട്ടിയാൽ തന്നെ ഒരുപാട് ഭാഗ്യമാണ് കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ സക്സസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ ക്വാളിറ്റി, നമ്മൾ ചെയ്യുന്ന വീഡിയോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോ, അതൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ട്രൈപോഡിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മേലിരിക്കുന്ന ഈ ഒരു സംഭവം കണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ട്രൈപോഡിൽ ഇരുന്ന സാധനം പൊട്ടിപ്പോയി. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഇവിടുത്തെ സ്പെൻസർ പ്ലാസയിൽ പോയിട്ട് മേടിച്ചാണ് കേട്ടോ. ഫോൺ വെക്കുന്ന സംഭവമാണിത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കടകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ട്രൈപോഡാണ് കേട്ടോ. ഇത് കുറേ നാൾ കേടാവാതിരിക്കും. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ വർഷം മുതൽ ഇപ്പോൾ ഏകദേശം 6 വർഷം ആവുന്നു. 6 വർഷത്തോളം ഞാൻ ഇതേ ട്രൈപോഡ് തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ട്രൈപോഡാണ്. ഇടയ്ക്ക് വെച്ച് സ്റ്റാൻഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒടിഞ്ഞു പോയതാണ്. അതെൻ്റെ കയ്യിൽ നിന്ന് തറയിൽ വീണപ്പോൾ മാത്രമാണ് ഇത് പൊട്ടിപ്പോയത്. പിന്നെ ഞാൻ എൻ്റെ ഈ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത് വേറൊരു ഫോണിലാണ്. അപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് സിം ഇടാത്ത ഒരു ഫോൺ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഫോണിൽ വീഡിയോസ് എടുത്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പിലേക്ക് വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് വ്യക്തമായിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. യൂട്യൂബിനകത്ത് പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെയാണ് ഇൻഷോട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ അതേ ഈ ഒരു റെക്കോർഡ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. മ്യൂസിക് എന്ന് എടുക്കുമ്പോൾ അതിനകത്ത് റെക്കോർഡ് എന്നിട്ടൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചാൽ മതി. വീഡിയോ ഓടുന്നതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്യത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. ഡയറക്റ്റായിട്ട് ഫോണിൽ നോക്കിയാണ് സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തലവേദനയാണ് കുറേ നേരം ഫോണിൽ നോക്കുമ്പോൾ, മൈഗ്രെയിനും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്പാണ് ഇൻഷോട്ട് ആപ്പ്. പിന്നെ കൈൻ മാസ്റ്റർ, പിന്നെ വീവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഡിറ്റിംഗ് ആപ്പുകളുണ്ട്. പക്ഷേ ഇൻഷോട്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എത്ര ബിഗിനേഴ്സിനാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ. നമുക്ക് മ്യൂസിക്കൊക്കെ നമുക്ക് വേറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. നമുക്ക് മ്യൂസിക്കൊക്കെ നമ്മുടെ ക്രോം ബ്രൗസറിലുള്ള വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ മ്യൂസിക് ലൈബ്രറി എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് മ്യൂസിക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇടാൻ പറ്റും. എന്നിട്ട് വോയിസ് ഓവറും കൊടുത്തിട്ട് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്നിട്ടൊരു ബട്ടൺ ഉണ്ട്, അവിടെ പോയിട്ട് സേവ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് വന്നതിന് ശേഷം അതിലൊരു പ്ലസ് എന്നിട്ടൊരു സൈൻ താഴെ കിടപ്പുണ്ട് കേട്ടോ. ആ പ്ലസ് എന്ന് പറയുന്ന സൈനകത്ത് ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസ് അപ്പോൾ വരും. അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തേക്കുന്ന വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അപ്ലോഡ് ആവും കേട്ടോ. നമ്മുടെ നെറ്റിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അപ്ലോഡ് ആവും. അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് അതിനകത്ത് ടൈറ്റിലും തമ്പനയിലും ഒക്കെ കൊടുക്കാം. ഞാൻ ഈ വീഡിയോക്കകത്ത് തമ്പനയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം അത് എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ തമ്പനയിൽ ഞാൻ ചെയ്യുന്നത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയിട്ടാണ് തമ്പനയിൽ ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.